അഴിമതിക്കാർ പാലക്കാടൻ തീക്കാറ്റിൽ വെന്തുരുകി എന്നാണ് വി എസ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സമ്മേളനങ്ങൾ നീണ്ടുപോകുന്നു. സമ്മേളനങ്ങൾ രണ്ട് ഭാഗമായിട്ട് തിരിയുന്നു. പിണറായി വിജയന്റെ ഭാഗവും വി എസിന്റെ വിജയം. അപ്പോൾ വി എസ് ഗ്രൂപ്പിന് പിന്നെ വെട്ടിയൊതുക്കലായി പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പ്രധാനപ്പെട്ട ജോലി. അതിന്റെ ഒരു പരിസമാപ്തി നമ്മൾ മലപ്പുറം സമ്മേളനത്തിൽ പിണറായി വിജയൻ മിന്നലായി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നു. ശരിയാണ്, മിന്നൽ പിണർ. അതൊക്കെ ഇതായിരുന്നു മിന്നൽ പിണർ എന്ന് പറയുന്നത്. വെട്ടലാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് തിരുവനന്തപുരം സമ്മേളനത്തിൽ എത്തുന്ന സമയത്താണ് ഏതാണ്ട് പാർട്ടി മുഴുവനുമായിട്ട് പിണറായി വിജയൻ പിടിച്ചടക്കുന്നു. പിണറായി വിജയനെ പിടിച്ചടക്കുന്ന സമയത്ത് വി എസിനൊപ്പം നിന്ന് അതിക്കുമ്പ് യുദ്ധം ചെയ്ത മുഴുവൻ ആളുകളും പലതരം സ്ഥാനങ്ങൾ നൽകി പിണറായിക്ക് ഒപ്പമാക്കി മാറ്റുന്നു. കടകംപള്ളി സുരേന്ദ്രനൊക്കെ അത്തരത്തിലുള്ള പ്രമുഖനായ നേതാവാണ്. ഞാൻ ഓരോരുത്തരുടെ പേര് ഇപ്പോൾ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായത് പിന്നീട്. അങ്ങനെ മാറി തീർന്ന സമയത്ത് ആ സമ്മേളനത്തിലാണ് സ്വരാജിനെ കൊണ്ട് വി എസ് അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം അല്ലെങ്കിൽ വധശിക്ഷ വിധിക്കണം എന്ന് പറയുന്ന പ്രയോഗം നടത്തപ്പെടുന്നത്. അതിനുള്ള മറുപടി ആ സമ്മേളനത്തിൽ പൊതുസമ്മേളനത്തിൽ വി എസ് നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകാൻ വേണ്ടി വന്ന് വരട്ടാൻ നോക്കണ്ട എന്നതിനാണ് വി എസ് ആ സമ്മേളനത്തിൽ പറഞ്ഞതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതൊരു വസ്തുതയാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന വാക്ക് 2012 സമ്മേളനത്തിൽ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത്. അത് കഴിഞ്ഞ് ആലപ്പുഴ സമ്മേളനത്തിൽ എത്തുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേരും പറഞ്ഞതുപോലെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് ഓരോ ജില്ലയിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ കൂട്ടായിട്ടിരുന്ന് ചർച്ച ചെയ്യും. അതിനാണ് ഗ്രൂപ്പ് ചർച്ച എന്നത്. ആ ചർച്ചയിൽ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ എന്തെല്ലാമാണ്, ഓരോരുത്തരും പറയേണ്ട കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ആ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ജില്ല മൊത്തമായിട്ട് തീരുമാനിക്കാൻ ചെയ്യുന്നു. എന്നിട്ട് 2-3 പേരെ അതിനെ ചുമതലപ്പെടുത്തും. അങ്ങനെ ചുമതലപ്പെടുത്തി വിട്ട എല്ലാ പ്രതിനിധികളും ആലപ്പുഴ സമ്മേളനം മിക്കവാറും സമ്പൂർണമായിട്ട് പിണറായി വിജയന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയ സമ്മേളനമാണ്. എല്ലാ ജില്ലകളിലും അദ്ദേഹത്തിന് തന്നെയാണ് മേധാവിത്വം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ സമ്മേളനങ്ങളിൽ സമ്പൂർണമായിട്ട് വി എസിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ്. നല്ല വാക്കുകൾ ഉപയോഗിച്ചും ചീത്ത വാക്കുകൾ ഉപയോഗിച്ചുള്ള വിമർശനങ്ങൾ. അതിനേക്കാൾ ഉപരി എനിക്ക് ആ സമ്മേളനം നിരീക്ഷിച്ച സമയത്ത് പിന്നീട് നമ്മളുടെ സഹാക്കളുമായിട്ട് ബന്ധപ്പെട്ട സമയത്തൊക്കെ തോന്നിയ അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്. ആ സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഉടനീളം വി എസിനെ വധിക്കുകയായിരുന്നു. വി എസ് വധം എന്ന ഒറ്റ വാക്കുകൊണ്ടാണ് സഹാക്കൾ ആ പാർട്ടി സമ്മേളന റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. തന്റെ പാർട്ടി, താൻ കെട്ടിപ്പടുത്ത പാർട്ടി, തന്റെ ജീവരക്തം നൽകിയ പാർട്ടി, ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വി എസിനെ മറ്റുള്ള പ്രതിനിധികളുടെ മുമ്പിൽ ഇരുത്തി വധിച്ചു. അങ്ങനെ വധിച്ചത് അത് സഹിക്കാൻ പറ്റാത്തവനാണ് വി എസ് ആ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ വി എസിലുള്ള ഒരു കരുത്ത്, വി എസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബയണറ്റിനാൽ കുത്തിക്കീറിയ കാലുകളാൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഒരു സമ്പ്രദായമാണ്. ആ സമ്പ്രദായമായതുകൊണ്ട് തന്നെയാണ് ഓരോരോ നിമിഷങ്ങളിലും എന്ത് നിലപാടുകളാണ് എടുക്കേണ്ടത്, പാർട്ടിയിൽ എവിടെ വരെ പോകാം, എങ്ങനെയാണ് ഈ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്നതായിട്ടുള്ള ശത്രുക്കളായിട്ട് യുദ്ധം ചെയ്യേണ്ടത് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പാർട്ടിക്കകത്ത് വിമതത്വം നടത്തി അതിശക്തമായിട്ട് നേതൃത്വത്തിന്റെ തെറ്റായിട്ട് വഴികളെ വിമർശിക്കുകയും അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്ത് നിൽക്കുകയും ചെയ്യുന്ന അത്യാപൂർവമായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ട് മാറിത്തീർന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് വി എസിനെ കുറിച്ച് ഇങ്ങനെയിരുന്ന് സംസാരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായത്. അല്ലെങ്കിൽ അത് ഉണ്ടാവുമായിരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഗൗരിയമ്മയെ പോലെയോ MVR പോലെയോ മറ്റ് പാർട്ടികളിൽ നിന്ന് ഇറക്കിവിടപ്പെട്ടതായിട്ടുള്ള നിരവധി നേതാക്കളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് വെച്ച് ചർച്ച ചെയ്യുമായിരുന്നു. ഇന്ന് അങ്ങനെ ചർച്ച ചെയ്യാൻ, അദ്ദേഹത്തെ ഇരുത്തി നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ തന്ത്രപരമായിട്ടുള്ള, അതേപോലെ തന്നെ 100 വർഷക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടത്തിയ അനുഭവങ്ങളുടെ പരിചയമാണ്. ആ അനുഭവമാണ്, മറ്റൊരാൾക്കുമില്ല. ആ തീക്കാറ്റിൽ ഇവരെല്ലാവരും തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ആലപ്പുഴ സമ്മേളനത്തിൽ ഈ ഒരു വാക്ക് അത് ചിന്താ ജെറോമിനൊക്കെ എന്ത് ക്രെഡിബിലിറ്റിയാണ് കേരള സമൂഹത്തിലുള്ളത്? കമ്മ്യൂണിസ്റ്റുകാരി എന്ന നിലക്ക് മാത്രമല്ല, ഒരു തരത്തിലും അംഗീകരിക്കാത്ത, ഒരു മനുഷ്യനും വിലമതിക്കാത്തതായിട്ടുള്ള ഒരാൾ പറയുന്ന ആ തരത്തിലുള്ള ഒരു അഭിപ്രായം കേട്ടിട്ട് പാർട്ടി സമ്മേളനത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് വി എസ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. അതല്ല പ്രശ്നം. പാർട്ടി തന്നെ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പാർട്ടിയുടെ റിപ്പോർട്ടായിട്ട് വി എസിനെതിരായിട്ടുള്ള വിചാരണ കുറ്റപത്രം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന വേദന ചെറുതല്ല. ആ വേദന കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഇറങ്ങിപ്പെട്ടാൽ